ഖരീഫ് തോഫാർ സന്ദർശകർ 5 ലക്ഷത്തിലേക്ക്. മുൻവർഷത്തെ അപേക്ഷിച്ച് വൻ വർധന. ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിൽ KG ഗ്രേഡ് 2 ക്ലാസുകൾ ഓഗസ്റ്റ് 16 മുതൽ ഓഫ്ലൈനിലേക്ക് തിരിച്ചെത്തുന്നു. സമൈലിൽ ഫ്യൂവൽ സ്റ്റേഷനിലുണ്ടായ തീപിടുത്തം. സ്റ്റേഷൻ ഉടൻ തുറക്കുമെന്ന് അൽമഹ. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ദോഫാറിന്റെ പ്രകൃതിയൊരുക്കുന്ന വശ്യമനോഹരമായ മൺസൂൺ കാലമായ ഖരീഫ് ആസ്വദിക്കാനെത്തുന്ന സന്ദർശകരുടെ എണ്ണത്തിൽ വൻ വർധനവ്. കഴിഞ്ഞ ജൂൺ 21 മുതൽ ജൂലൈ 31 വരെയുള്ള 1.5 മാസ കാലയളവിൽ മാത്രം സലാലയിലെത്തിയ സന്ദർശകരുടെ എണ്ണം 4,72,449 ഉയർന്നതായി നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ പുറത്തുവിട്ട പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കുന്നു. മുൻ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് സന്ദർശകരുടെ എണ്ണത്തിൽ 6.9% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. മുൻവർഷം ഈ കാലയളവിൽ 4,42,100 പേരാണ് ഖരീഫ് ആസ്വദിക്കാനെത്തിയത്. കടുത്ത വേനൽ ചൂടിനെ തുടർന്ന് ഓൺലൈൻ പഠനത്തിലേക്ക് മാറ്റിയിരുന്ന ഒമാനിലെ ഇന്ത്യൻ സ്കൂളിലെ KG മുതൽ 2ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓഗസ്റ്റ് 16 മുതൽ നേരിട്ടുള്ള ക്ലാസുകൾ പുനരാരംഭിക്കും. കടുത്ത വേനലിനെ തുടർന്നാണ് ഓഗസ്റ്റ് 2 മുതൽ ക്ലാസുകൾ ഓൺലൈനാക്കിയത്. നിലവിൽ അന്തരീക്ഷ താപനിലയിൽ കുറവുണ്ടായതിനെ തുടർന്നാണ് ഓൺലൈൻ ക്ലാസുകൾ അവസാനിപ്പിക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. ഞായറാഴ്ച മുതൽ KG മുതൽ 2ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ സാധാരണ സ്കൂൾ സമയക്രമം അനുസരിച്ച് തന്നെ സ്കൂളിൽ എത്തണം. ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ ഏർപ്പെടുത്തിയപ്പോഴും മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് നേരിട്ടുള്ള അധ്യയനം തുടർന്നിരുന്നു. സമൈലിലെ അൽമഹ പെട്രോളിയം ഫ്യൂവൽ സ്റ്റേഷനിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ച ഇന്ധന വിതരണം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പുനരാരംഭിക്കുമെന്ന് കമ്പനി അറിയിച്ചു. ഇന്ധനം നിറക്കാനെത്തിയ വാഹനത്തിന് തീപിടിച്ചതിനെ തുടർന്നാണ് ഇന്ധന വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. അപകടത്തിന് പിന്നാലെ ഇന്ധന സ്റ്റേഷനിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. നാശനഷ്ടങ്ങളും വിലയിരുത്തി വരുന്നു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും പമ്പ് വീണ്ടും തുറക്കുക. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.